ഈ പാർട്ടി ഒന്ന് തല്ലി നോക്കൂ. നിങ്ങളുടെ മക്കളെ ഒന്നും നിങ്ങളുടെ പോലുള്ള നേതാക്കന്മാരുടെ മക്കളുടെ മുന്നിലൊന്നും ഇങ്ങനെയുള്ള ആവേശം കൊള്ളിക്കുന്ന പ്രസംഗം നടത്തത്തില്ലല്ലോ. അങ്ങനെ പറയരുത്. കാരണം നാട്ടുകാരുടെ പോലീസിന്റെ തല്ലുകൊള്ളാനും ജയിലിൽ പോയി കിടക്കാനും ഒക്കെ പാവപ്പെട്ടവന്റെ മക്കൾ വേണം അല്ലേ? പാവപ്പെട്ടവന്റെ പിള്ളേർ വേണം ചോര പിടിക്കാനും വിയർപ്പൊഴുക്കാനും കൊടി പിടിക്കാനും കല്ലെറിയാനും. നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളുണ്ടാക്കിയ സമ്പാദ്യത്തിൽ സുഖിച്ചങ്ങനെ ജീവിക്കും. ഈ പാവപ്പെട്ടവന്റെ മക്കള് തല്ലുകൊള്ളുന്നതും നാണം കെടുന്നതിൻ്റെയും ഒക്കെ ഭാഗം വാങ്ങിച്ച് തിന്ന് സുഖിച്ച് അധികാരത്തിലിരുന്ന് നിങ്ങളും അങ്ങനെ നീണാളുമായിടും. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. ഈ പാർട്ടി അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ നോക്ക്. ഇവരെ ഒതുക്കിയാലേ ഇനി മുന്നോട്ട് ഭരിക്കാൻ പോലും പറ്റുള്ളൂ, ഭരിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ. അത്രയും വലിയ അന്താരാഷ്ട്ര പാർട്ടിയാണ് ഈ പാർട്ടി. ഒരു തീയായി അഗ്നിയായി അത് ആളിക്കത്തും. പറഞ്ഞത് മനസ്സിലായില്ലേ? തരി കെട്ട്. പക്ഷെ അത് തീയായി അഗ്നിയായി ജ്വാലയായി അതെല്ലാമായിട്ട് ആളി കത്താൻ പോവുക. എന്നാ അണ്ണാ? എപ്പോഴാ? ഒരു സംശയം വേണ്ട, അതെല്ലാം നേതൃത്വം പുതുതായി ഉയർന്നു വരും. നേതൃത്വം പുതുതായി ഉയർന്നു വരും. അണ്ണൻ ഉയർത്തിക്കൊണ്ട് വരും. വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട, നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അതെല്ലാം നേതൃത്വം പുതുതായി ഉയർന്നു വരും. ചവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാകൂടാ ചങ്കരച്ചേട്ടാ നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. അതെല്ലാം നേതൃത്വം പുതുതായി ഉയർന്നു വരും. ആംഗ്യം കണ്ടില്ലേ? ഗംഭീരമായിരിക്കും അത്. ഈ പുതിയ തലമുറയിൽപ്പെട്ടവരോട് ഞാൻ പറയുന്നത് അത് ഓർഗാനിക്കായി ഉയർന്നോളൂ. നിങ്ങൾ തന്നെ പോരാളികളാകും. പോരാളികളാണ് കേട്ടോ. അതിന്റെ ആക്ഷൻ കണ്ടില്ലേ? അതായത് മറ്റുള്ളവരുടെ ഇടി കൊണ്ട് പഞ്ചറായി ചോര തുപ്പുന്ന ആക്ഷനാണ് അത് കാണിച്ചത്. അതാണ് പോരാളികൾ. പിന്നെ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗമുണ്ട്. പൊന്നെ പോരാളി ഷാജിയൊക്കെ ഈ കൊടിയങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. വേറൊരു കാര്യമില്ല, ഒരാളും അടുക്കില്ല. ഈ കൊടിയാണ് കരുത്ത്. ഭയങ്കരമായ ആള്. ഈ കൊടിയാണ് കരുത്ത്. അത് വന്നപ്പോ മുക്കുന്ന എന്തിനാണ്? നിന്നോണ്ടാ മുക്കുന്നത്. ആ ഒരു ചിന്ത വേണം. എന്റെ ഓർക്കം പോയി. ഭരണമല്ല, ഈ ചെങ്കൊടിയാണ് ഇടതുപക്ഷത്തിന്റെ ഈ നാടിന്റെ കാവലാൾ. കാര്യാക്കണ്ട, തട്ടിക്കോ. ഭരണമല്ല, ഈ ചെങ്കൊടിയാണ് ഇടതുപക്ഷത്തിന്റെ ഈ നാടിന്റെ കാവലാൾ. നിങ്ങൾ ഇത് എന്തുള്ള പുറപ്പെടാ? ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഉറക്കി കിടത്താന്ന് വിചാരിക്കണ്ട. ഇനി ഞങ്ങൾ ഉണർന്നേന്നിരിക്കും. അതാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആര് കോമേ കിടക്കുന്നു? ഞങ്ങളെ ഇങ്ങോട്ട് വില പറഞ്ഞു മര്യാദയിരിക്കുന്ന ഞങ്ങളുടെ പേരെ വന്നിട്ട് തട്ടിക്കേറാനൊന്നും ഒരുത്തനും കൊണ്ട് വരണം. അല്ലെണ്ണ ആരെ ഓർമ്മപ്പെടുത്തുന്നതൊക്കെ? മര്യാദയിരിക്കുന്ന ഞങ്ങളുടെ പേരെ വന്നിട്ട് തട്ടിക്കേറാനൊന്നും ഒരുത്തനും കൊണ്ട് വരണ്ട. ഒരു വാർഡ് മെമ്പർ മര്യാദക്കിരിക്കുന്ന ഞങ്ങളുടെ അടുത്തോട്ട് ആരും വന്ന് കേറണ്ട കേട്ടല്ലോ. അണ്ണൻ നല്ല മൂഡിലിരിക്കുക. വാമപ്പാണത്. വാർഡ് മെമ്പറൊക്കെ വാർഡ് മെമ്പറെ പണിയെടുത്താൽ മതി. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ വന്നപ്പോ തൊട്ട് സഹിക്കണടാ ഈ വധൂരിനെ.